ദില്ലിയിൽ നിന്ന് കശ്മീരിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏതു തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചകളായി നടന്നുകൊണ്ടിരിക്കുന്നത്? സുജയ, രണ്ട് തരത്തിലുള്ള മീറ്റിംഗ് ആണ് ഇപ്പോൾ ദില്ലിയിൽ ചേർന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ അദ്ദേഹത്തെ സന്ദർശിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ മീറ്റിംഗ്. അതിൽ പ്രധാനമായും സംയുക്ത സൈനിക മേധാവി എത്തുന്നത് ജമ്മുകാശ്മീർ സന്ദർശനത്തിന് ശേഷം എത്തരത്തിൽ വേണം അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, എങ്ങനെ വേണം സൈനിക വിന്യാസം എന്നടക്കമുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാജ്നാഥ് സിംഗിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നൊരു വിവരം. അതിനൊപ്പം തന്നെ BSFന്റെ DG ആയിരിക്കുന്ന ദൽജിത് സിംഗ് ചൗധരി അദ്ദേഹവും ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പാർലമെന്റിലെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയും നിർണായകമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ബോർഡറിൽ ഇനി എങ്ങനെ വേണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ചയാകുന്നത് എന്നാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ രണ്ട് നിർണായകമായ യോഗങ്ങൾ, രണ്ട് സേനകളുടെ തലവന്മാർ, ഒന്ന് BSFന്റെ തലവൻ, മറ്റൊന്ന് സംയുക്ത സേനാ മേധാവി, ഇവർ രണ്ടുപേരും ഇന്ന് വിവിധ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാജ്നാഥ് സിംഗ് നേരത്തെ തന്നെ കരസേന മേധാവി ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് രാജ്നാഥ് സിംഗിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ സംയുക്ത സൈനിക മേധാവിക്ക് പുതിയതായി എന്തെങ്കിലും വിവരങ്ങൾ ചേർക്കാനുണ്ടെങ്കിൽ, ഇനി ഈ സുരക്ഷ സംബന്ധിച്ചുള്ള വിശകലനത്തിൽ എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അത് നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ യോഗത്തിൽ രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിലേക്ക് എത്തിയിരിക്കുന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും BSFന്റെയും ഈ ബോർഡർ സെക്യൂരിറ്റിയിൽ എങ്ങനെ വേണം ഇനി അതിർത്തിയിൽ പരിശോധനകൾ നടത്താൻ എന്നടക്കമുള്ള വിവരങ്ങളും ഒപ്പം അവിടുത്തെ സ്ഥിതിഗതികളും വിശകലനമാക്കാൻ വേണ്ടി തന്നെയാണ് BSFന്റെ മേധാവി ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ രണ്ട് സേനകളുടെയും വിവിധ യോഗങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതേസമയം ജമ്മു കാശ്മീരിൽ പഴയതുപോലെ കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഇത്തവണയും നടക്കുന്നുണ്ട്. കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കും ഇനി വരും ദിവസങ്ങളിൽ കടക്കുമെന്ന കാര്യം സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേന്ദ്രമന്ത്രിമാർ വ്യക്തമാക്കിയിരുന്നു, അതായത് ജമ്മു കാശ്മീരിലെ ആ ടൂറിസം മേഖല അത് തിരിച്ചുകൊണ്ടുവരാനുള്ള 100% പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം, അതിലേക്കുമുള്ള ചർച്ചകൾ കൂടി ദില്ലിയിൽ നടക്കുന്നുണ്ടെന്നാണ് ഇക്കട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സുജയ. ഓക്കെ, ജോയ്സ് ഡാനിയലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ജമ്മു കശ്മീരിന്റെ സൗന്ദര്യം, അത് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തി അത് ആസ്വദിക്കുന്ന സമയമാണിത്. ആ കൃത്യമായ സമയം നോക്കിയാണ് ഈ ഭീകരാക്രമണം നടന്നത് എന്നതാണ്, എന്താണ് അവർ ലക്ഷ്യമിട്ടത് എന്നതിന്റെ ഏറ്റവും വലിയ ഉത്തരമായി നമ്മുടെ മുന്നിലുള്ളത്.